നമസ്കാരം, ടോഷ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു മരുന്നുണ്ടയുടെ റെസിപ്പിയാണ്. ഈ മരുന്നുണ്ട സാധാരണയായിട്ട് നമ്മളൊരു 7 മരുന്നുണ്ട എങ്കിലും കഴിക്കണം എന്നുള്ളതാണ് കണക്ക്. ഞാൻ ഈ കാണിക്കുന്ന കൂട്ടനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വരുമ്പം ഏകദേശം ഒരു 20 മരുന്നുണ്ട കാണും. ഈ മരുന്നുണ്ട തയ്യാറാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞവരേരി വേണം 250 ഗ്രാം. ഇനി നമുക്ക് ബദാം വേണം 50 ഗ്രാം, ജീരകം 50 ഗ്രാം തന്നെ, പിന്നെ ഉലുവ 50 ഗ്രാം, ഇത് അയമോദകമാണ്, അതും 50 ഗ്രാം, ഇത് കറുത്ത എള്ള്, അതും 50 ഗ്രാം, ആശാളി വേണം, അതും 50 ഗ്രാം. ഇനി നമുക്ക് തേങ്ങ ചരുവിയത് വേണം, അത് 2 കപ്പ്, അതുപോലെ ഏലക്ക 6 എണ്ണം. ഇനി നെയ്യ് വേണം 1 ടേബിൾ സ്പൂൺ. പനഞ്ചക്കരയാണ് കരിപ്പെട്ടി എന്ന് നമ്മൾ പറയുന്നത്, അത് നമുക്ക് 300 ഗ്രാം വേണം. പിന്നെ കുറച്ച് വെള്ളം. ഈ മരുന്നുണ്ട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന ഓരോ ചേരുവകളും ചേർത്ത് നമുക്ക് വറുത്തെടുക്കണം. ഈ ഞവരേരി 250 ഗ്രാം ഇത് ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ഞവരേരി ഒന്ന് കഴുകി അത് തുടച്ച് അത് ഉണക്കി വെച്ചേക്കുന്നതാണ്. ഇത് അരി മൂത്ത മണവും വരുന്നുണ്ട്, അതുപോലെ ഇത് പൊട്ടാൻ തുടങ്ങുന്നുമുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഉലുവ ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ 6 ഇൻഗ്രീഡിയൻസ്, അതായത് ജീരകം, അശാളി, കറുത്ത എള്ള്, അയമോദകം, ബദാം, ഇത് ഓരോന്നും നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് മാറ്റി വയ്ക്കാം. ഇതിൽ നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമുക്കറിയാം. ഇപ്പം എള്ളാണെങ്കിൽ ഭയങ്കര അയൺ റിച്ച് ആണ്. അതുപോലെ തന്നെ ഓരോന്നും ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുള്ള ഐറ്റംസ് ആണ്. അതായത് ഈ ഉലുവയൊക്കെ ആണെങ്കിലും നല്ല തണുപ്പാണ്, അതുപോലെ തന്നെ മുടിക്കും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. വാദം ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഉലുവ. അതുപോലെ തന്നെ ജീരകം ഡൈജഷന്, അയമോദകം അതെ, അതുപോലെ ഡൈജഷനും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള, ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ. ഇതെല്ലാം കഴിച്ചാൽ ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഇത് ഞാൻ പറഞ്ഞു 2 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഇത് ഞാൻ മിക്സിയിലൊന്ന് കറക്കിയെടുത്തു, ഒരേപോലെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഒത്തിരി ബ്രൗൺ കളറായിട്ടൊന്നും വറുത്ത് കിട്ടേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ള വെള്ളമയോ ഒന്ന് മാറി നമ്മൾ ഈ മരുന്നുണ്ട തയ്യാറാക്കി കഴിഞ്ഞ് കഴിയുമ്പം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെള്ളം വലിഞ്ഞ് കിട്ടിയാൽ മതി. നമുക്കൊന്ന് വെള്ളം വലിഞ്ഞ് ആ വെള്ള നിറം പോകാതെ തന്നെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി. ഇതൊന്ന് കേടാകാതിരിക്കണം, അത്രേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. നമ്മൾ എല്ലാ ചേരുവകളും നമ്മൾ വറുത്ത് വെച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഞവരേരി പൊടിക്കാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞു ഈ ഞവരേരി. ഉലുവ നല്ലതായിട്ട് പൊടിഞ്ഞു. നമുക്ക് ഇതും ചേർക്കാം. നമുക്ക് ജീരകം പൊടിക്കാം. ജീരകവും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിതും ചേർക്കാം. ഇത് അയമോദകം, ഇതും പൊടിച്ചെടുക്കാം നമുക്ക്. ഇത് ആശാളി, ഇത് ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് കറുത്ത എള്ളും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ബദാമും ചേർക്കാം. നമ്മൾ തേങ്ങ ചിരവിയത് നമ്മളൊന്ന് വെള്ളം വലിയുന്നിടം വരെ നമ്മളൊന്ന് വറുത്തെടുത്തതാണ്. ഇതും ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ തേങ്ങ ചിരവിയതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 6 ഏലക്ക, അത് തൊലി കളഞ്ഞ് അതോടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ പൊടിച്ചു വെച്ചു. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ കരിപ്പെട്ടി കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി വെച്ചേക്കുന്നതാണ്. ഇതിനി ഇതിലേക്ക് ചേർക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് നമ്മൾ ശർക്കരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇത് ഉരുട്ടണം. അതിനു മുമ്പ് നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് നെയ്യ് തൂത്ത് കൊടുക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് തൂത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം.
നമ്മൾ ഉണ്ടാക്കിയ ഈ കൂട്ട് വെച്ച് നമുക്കൊരു 20 മരുന്നുണ്ട റെഡിയായി കിട്ടും. ഇത് ചെറിയൊരു നേരിയൊരു കയ്പ്പരസമൊക്കെ ഉണ്ട്, പക്ഷേ മരുന്നുണ്ട എന്നാണല്ലോ പേര്. അപ്പോൾ മരുന്ന് പോലെ നമ്മൾ കഴിക്കണം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ടേസ്റ്റ് നോക്കണ്ട. ശർക്കരയും തേങ്ങയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ നെയ്യുണ്ട്, ഏലക്കയുണ്ട്, ബദാമുണ്ട്. ടേസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. വേണമെങ്കിൽ ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പം നെയ്യും അതുപോലെ ബദാമും ഏലക്കയും ഒഴിവാക്കാറുണ്ട്. ഇപ്പം കുറച്ചുകൂടി ടേസ്റ്റും ഒക്കെയാണ് ഇത് 3 ചേരുവകളും ചേർത്ത് കഴിയുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കിയും ഇത് ഈ സെയിം ബാക്കി എല്ലാവരും ഈ കണക്ക് തന്നെ ഉപയോഗിച്ച് ഇങ്ങനെ മരുന്നുണ്ട തയ്യാറാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ കർക്കിടകത്തിൽ ഈ മരുന്നുണ്ട വീടുകളിൽ തയ്യാറാക്കി കഴിക്കണം.